ഏറ്റവും അടുത്ത ആൾക്കാരെ ഒറ്റപ്പെടുത്തുമ്പോഴാണ് ഏറ്റവും വലിയ ഏകാന്തത ഉണ്ടാവുക. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ ഒറ്റപ്പെടുത്തിയാൽ, ഭാര്യ പിണങ്ങിയാൽ, മക്കൾ പിണങ്ങിയാൽ, സത്യം പറയുകയാണെങ്കിൽ എന്താ അറിയോ, ഏറ്റവും അടുത്തവരെയാണ് അനുനയിപ്പിച്ചു കൊണ്ടുപോകാൻ ഏറ്റവും ബുദ്ധിമുട്ട്. അവരെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അത് വല്ലാത്തൊരു പ്രയാസമുള്ള സംഭവം. ഭാര്യനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, മക്കളെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പണി. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്ന കാര്യങ്ങൾ? നമുക്ക് വർത്താനം പറയാൻ അറിയാത്തതുകൊണ്ട്, നമുക്ക് സംസാരിക്കാൻ അറിയില്ല. സംസാരിക്കാൻ അറിയാത്തവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവില്ല, അവരൊറ്റപ്പെട്ടു പോകും. എങ്ങനെ സംസാരിക്കേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. സദീദായ വാക്ക് വേണം. എന്താ സദീദായ വാക്ക്? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതേ പറയാവൂ, അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റൂ. നമ്മുടെ മനസ്സിനുള്ളിലുള്ള വെറുപ്പും, മക്കൾ ചെയ്ത പ്രവർത്തിയിൽ നമുക്ക് വെറുപ്പുണ്ടാവും, ഭാര്യന്റെ പ്രവർത്തനം നമുക്ക് വെറുപ്പുണ്ടാവും, വാപ്പാന്റെയും പാന്റെയും മൊത്തം വെറുപ്പുണ്ടാവും. അവിടെ പറയുമ്പോഴൊക്കെ ആ വെറുപ്പ് ആ വാക്കിൽ വരും. അതിന് വാചകങ്ങൾ വേണ്ട. നമ്മൾ പറയുമ്പോൾ അവരോടുള്ള അനിഷ്ടം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വാക്കുകളിൽ പ്രകടമാകും. അവിടെ നമ്മൾ പറയണതന്നെ അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ പറയണതന്നെ അവർക്ക് ഇഷ്ടമല്ല. യുസ്ലിഹു ലക്കും അഅമാലക്കും. വാക്ക് നന്നായാൽ എല്ലാം നന്നാവുന്നതാണ്. വാക്ക് നന്നായാൽ എല്ലാം നന്നാവും. പറയാനും സംസാരിക്കാനും അറിയാന്നുള്ളതാണ്. ഖൗലു സദീദ് എന്ന് പറഞ്ഞാൽ ലീനുൽ കലാം എന്നാണ്, സൗമ്യമായ വർത്തമാനം എന്നാണ്. ഫി മുഖാത്തബത്തിൽ അനാം. മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ലോലമായി സംസാരിക്കാൻ പഠിച്ചാൽ തന്നെ ആൾക്കാർ നമ്മൾക്ക് ഉണ്ടാവുന്ന